ആരും കാണാതെ ചേച്ചി കരയാറില്ലേ? എനിക്ക് ആരും കാണാതെ എന്ന് പറഞ്ഞാൽ അതെപ്പോഴും എൻ്റെ ഗ്രൈൻഡിങ്ങാണ്. സത്യം. അത് ഒരു നമ്മൾ ഒന്നിങ്ങനെ എത്തിയാൽ അത് അപ്പോൾ പുറത്ത് അണ പൊട്ടും. അതാണ് ഞാൻ. അതാണ് ശരിക്കും. അത് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കണം എന്നില്ല. ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയില്ലേ നമ്മൾ, എപ്പോഴും ഉണ്ട്. അത് ചേച്ചിയുടെ ഫേസിൽ നിന്ന് തന്നെ വായിക്കാൻ എത്തിക്കഴിഞ്ഞാൽ അത് പുറത്ത് ചാടും. അതുവരെ എനിക്ക് പക്ഷേ ഇതും ഇതിൻ്റെ നേച്ചർ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ചിരിക്കുന്നു എന്ന് ഞാൻ പറയില്ല. സത്യം. ഞാൻ സാധാരണ ഒരു പച്ച മനുഷ്യ സ്ത്രീ. അതെ, നമുക്ക് എല്ലാ വികാരങ്ങളും ഇല്ലേ ശരിക്കും. അതെ അതെ. പിന്നെ അല്ല, അങ്ങനെ ആവണം നമ്മൾ, അല്ലാതെ നമ്മൾ ജീവിതത്തിൽ അഭിനയിച്ച പോയില്ല. പിന്നെ ഞാൻ വിചാരിക്കും നമ്മളെപ്പോഴും നമ്മുടെ ദുഃഖം, എൻ്റെ അമ്മ എന്നെ പറഞ്ഞു തന്നിട്ടില്ല, ഇത് മോളുടെ ഇത് കഴിഞ്ഞ് പറഞ്ഞ ദുഃഖത്തെ വരിച്ച് ജീവിക്കാൻ. യു ഗെറ്റ് വെഡഡ് ടു ദുഃഖം. അതൊരു സുഖമായിട്ട് മാറും. അങ്ങനെ ആക്കി തീർക്കണം. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ജീവിച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. അതും മുന്നോട്ട് പോസിറ്റീവായിട്ട് പോകണം. മുന്നോട്ട് എങ്ങനെയും പോകാൻ കുട്ടി ഇല്ലേ? കറക്റ്റ്. എങ്ങനെയും നമുക്ക് പോകാം. വയ്യാതായാലും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ജീവിക്കാം എന്ന് പറയുന്നത് ജീവിക്കാം, ആക്സെപ്റ്റ് ചെയ്യാതെ ജീവിക്കാം. അല്ല, എൻ്റെ ഒരു 90% എൻ്റെ മനുഷ്യരുടെ അച്ഛൻ അങ്ങനെ ജീവിച്ചു തീർത്തേ. ഒരിക്കലും ആ ഷെല്ലെന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല, എത്ര ശ്രമിച്ചാലും. ഞാൻ പിന്നെ ഭഗവത്ഗീത, ഉപനിഷത്ത്, അത് ഇത്, പിന്നെ അതേ സമയത്ത് ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്ത് ഞാൻ. അല്ല, ചേച്ചി ഹോണ്ട് ചെയ്യാറില്ലേ ചില ഈ തിരക്കിൽ നിൽക്കുമ്പോഴും? അത് ഹോണ്ടിങ് അല്ല, ഇറ്റ് ഇസ് എ വാക്യൂം. ഭയങ്കര വാക്യൂമാണ്. ആർക്കും ഫില്ല് ചെയ്യാൻ പറ്റാത്തൊരു വാക്യൂമാണ്. ഇപ്പോൾ 100 പെൺകുട്ടികളെ നിർത്തിയിട്ട് കഴിഞ്ഞാലും അതും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിക്കുകയാണ്, അതായി മാറില്ലല്ലോ. സത്യം. അപ്പം ഞാൻ എന്ത് വിചാരിക്കും, ഷി ഹാസ് മെർജ്ഡ് ഇൻ മീ. അതാണ് ഞാൻ ഇമ്പോസ് ചെയ്യുന്നത്. അത് ഞാൻ എന്നെ സ്പിരിച്വലി ആണോ സൈക്കോളജിക്കലി ആണോ ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്നെ അതങ്ങ് വിശ്വസിപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്തത്, എൻ്റെ സെക്കൻഡ് നേച്ചറായിട്ട് മാറി. അപ്പോൾ എന്നും മകൾ കൂടെ ഉണ്ട് എന്നുള്ള മട്ടിൽ ഞാൻ ചേച്ചി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ ചേച്ചിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഞാനും മനുഷ്യരോട് കുറേ പരിപാടികൾ ഒപ്പിച്ച കൂട്ടരാണ്. അവൾ ഭയങ്കര കുസൃതിയായിരുന്നു, ഞാനും കുസൃതിയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഓജാ ബോർഡൊക്കെ വിൽക്കും. ഞങ്ങൾ ഗൈഡിങ് സ്പിരിറ്റിനെയൊക്കെ വിളിക്കും. ഇങ്ങനെ കുറേ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പിന്നെ ഒരു ഓട്ടോമാറ്റിക് റൈറ്റിംഗ്, അവരൊന്നും പറയണ മീഡിയ, എനിക്കതൊന്നും പറയാറില്ല. ഓട്ടോമാറ്റിക് റൈറ്റിംഗ് ഉണ്ട്, അറിയാം. അപ്പോൾ അതിലൊക്കെ ഞാൻ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ കിട്ടും. എന്തൊക്കെയോ ചിത്രങ്ങളൊക്കെ വരയ്ക്കും. ഇത് എന്താണ് നമ്മുടെ പാരാസൈക്കോളജി ആണോ എനിക്ക് ഞാൻ അതിനെപ്പറ്റി, കാരണം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ മനുഷ്യരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ട്. പക്ഷെ അതിനെന്താ പ്രൂഫ് മറ്റുള്ളവർ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അവർ പറയും സൈക്കോളജിക്കലാണ് അല്ലേ. ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അവർ പറയും നമ്മുടെ മനസ്സിൽ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് തന്നെയാണ്. ആയിരിക്കാം, ചേച്ചിയുടെ കണ്ണെന്ന് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അല്ല, അത് മേർജ് ചെയ്ത് പോകണതല്ലേ. ആ ഒരു ഇത് അതെൻ്റെ ഒരു സെക്കൻഡ് നേച്ചറായിട്ട് അങ്ങോട്ട് മാറിയില്ലേ. അതിൻ്റെ എത്രയായാലും മുഖം മനസ്സിൻ്റെ കണ്ണാടിയല്ലേ. സത്യം. അത് ഞാനാണെങ്കിൽ വളരെ സെൻസിറ്റീവാണ്, പെട്ടെന്ന് പുറത്തേക്ക് കാണിക്കും. ആവും. അതെ.